ഇസ്രായേൽ ഇന്ന് നിൽക്കുന്നത് തന്നെ പോരാട്ടത്തിന്റെ വീതിയിലാണ്. അതുകൊണ്ട് ഇസ്രായേലിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൂടി നിർണായകമാണ്. ഏതാനും മണിക്കൂറുകൾ കൂടി ഒന്ന് തീരുമ്പോൾ ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ ചുട്ടരിക്കാനാണോ താല്പര്യപ്പെടുന്നത്, അതോ ഈ ഒരു ദിവസം എല്ലാ രാജ്യങ്ങളും അവരുടെ തീവ്രവാദ സംഘടനകളും ഒക്കെ ജാഗ്രതയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുമോ? ഇതൊക്കെ ഇനിയും അറിയേണ്ടുന്ന വസ്തുതകളാണ്. പക്ഷേ ഒരു മുന്നൊരുക്കവുമില്ലാതെ ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കില്ല. ഇപ്പോൾ ഇസ്രായേലിനെതിരെ വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഹസൻ നസ്രുള്ളയെ വധിച്ചു. എന്തുകൊണ്ടാണ്? ഒരു കാര്യവുമില്ലാതെ അല്ല. ഒക്ടോബർ 7 സമാനമായ ഒരു ആക്രമണത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാൻ പറഞ്ഞു. ആഹാ, നീയാണോ ചെയ്യാൻ പോകുന്നത്? എന്നാ പിന്നെ നീ ഇനി വേണ്ട, സ്വാഭാവികമല്ലേ. പിന്നീട് അയാളുടെ പിൻഗാമിയായിട്ട് വന്നു. നിനക്ക് ഒക്ടോബർ 7 ആരംഭിക്കണോ? എന്നാ നീയും വേണ്ട, അയാളെ കൊന്നു. പിന്നെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട 250ഓളം ഹിസ്ബുള്ളക്കാരിൽ അടുത്ത കിരീടാവകാശിയായ സഫൈദ്ദീൻ അയാളെ കൊന്നു. നെതന്യാഹുവിന്റെ അടുത്ത ലക്ഷ്യം ഒക്ടോബർ 7 ട്രംപ് ആവശ്യപ്പെട്ടതുപോലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണോ? അതാണ് ഓർക്കാപ്പുറത്ത് പിന്നെയും ഒരടി വന്നു. അതാണ് ഹസൻ നസ്രുള്ളയെയും അയാളുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ച 6ഓളം ആളുകളെയും കൃത്യമായി അജണ്ടകളോടുകൂടി തന്നെ ഇസ്രായേൽ കൊണ്ടുപോയത്. ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച്, ഇസ്രായേലിന്റെ ഇന്ധനം അനുഭവിച്ച്, ഇസ്രായേലിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കി കൊണ്ടുവന്ന് തിന്ന് സുഖസുന്ദരമായി ജീവിച്ചിരുന്ന പലസ്തീനികൾക്ക്, ഹമാസ് ഭീകരർക്ക് ഇടയ്ക്കൊരു ദിവസം എല്ലിനിടയ്ക്ക് കുത്തി. അങ്ങനെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞത്. അന്നു മുതൽ ഇന്നുവരെ ഇസ്രായേൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ഏതെങ്കിലും രാജ്യങ്ങളോട് പോയി താണ് കേണ് നിലവിളിച്ചോ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട്? ഈജിപ്തിനോട് പറഞ്ഞു, ഖത്തറിനോട് പറഞ്ഞു, അമേരിക്കയോട് പറഞ്ഞു, പ്ലീസ് ഒന്ന് നിർത്താൻ പറയണം. പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ യുദ്ധമൊന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളുടെയും കാല് പിടിക്കാൻ പോയത് ഹമാസുകാരാണ്, ഹൂതിയും ഹിസ്ബുള്ളയുമാണ്. കാരണം എന്താ? അവരുടെ കഴിവിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അലി ഖുമേനി വന്നു. ആയത്തുള്ള അലി ഖുമേനി വന്നിട്ട് ഒരു കയ്യിൽ ആയുധവും മറുകൈയിൽ ഗ്രന്ഥവും പൊക്കി പിടിച്ചു പറഞ്ഞു, ഇസ്രായേലിന് ഇനിയും വലിയ ആയുസില്ല, ഇസ്രായേലിന് ഒരിക്കലും ഞങ്ങളോട് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എന്തായിരുന്നു? അതെ, നിങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് സഹായിച്ചേക്കണേ, ഞങ്ങൾക്ക് അതിനൊക്കെ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇസ്രായേലിനോട് എതിര് നിൽക്കണം, ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന്. എന്തിനാ കീലേരി അച്ചുവാകാൻ പോകുന്നത്? 50 വർഷം മുമ്പുള്ള പഴകിയ യന്ത്ര സാങ്കേതിക വൈദഗ്ധ്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടല്ലോ. എന്നാ പിന്നെ അതെടുത്തങ്ങ് പ്രയോഗിച്ചാൽ പോരെ ഇസ്രായേലിനെതിരെ? എന്തിനാ ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളെയും ഉറക്ക വിളിക്കുന്നത്? അപ്പൊ എല്ലാ രാജ്യങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണം, എന്നിട്ട് നമുക്ക് അയാളെ അങ്ങ് തീർക്കാം. ഇത് പറഞ്ഞിട്ട് അലി ഖുമേനി എവിടെ പോയി? സിംഹാസനത്തിൽ ഇരുന്നോ അതോ ബങ്കറിനകത്ത് ഒളിച്ചോ? 5 വർഷത്തിനിടയ്ക്കാണെന്നേ അജയ് ഷാൻഡോ അയാൾ പുറത്തു വരുന്നത് തന്നെ. ഇവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമാധാനമുണ്ട്? എന്നാലും ഇവർ സമാധാന മതത്തിന്റെ ആളുകളുമാണ്. അതാണ് ആകെ ഒരു സമാധാനം. ഇവർക്കും സമാധാനം ഇല്ല, ഇവരാർക്കും സമാധാനം കൊടുക്കത്തുമില്ല. എന്നാലും ഇവർ സമാധാന മതത്തിന്റെ വക്താക്കളുമാണ്. ഒരു രക്ഷയില്ല കേട്ടോ ഇവരോട്. തലയ്ക്കകത്ത് വെളിവുണ്ടെങ്കിലല്ലേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇസ്മായിൽ ഹനിയ എന്ന് പറഞ്ഞ നേതാവ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത ഒരുത്തം വന്നു, മുഹമ്മദ് ദെയ്ഫ്.
ഒരു ദിവസം പോലും ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഇസ്രായേൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് വന്നു യഹിയാ സിൻവാർ, പോയി. അടുത്തവൻ വന്നു, പോയി. എവിടെ ഇവനൊക്കെ? ബങ്കറിനകത്തുണ്ട് ഇവൻ യഹിയാ സിൻവാർ. കുറെ പണമൊക്കെ കെട്ടിപ്പൂട്ടി എടുത്ത് തലയിൽ വെച്ച് ചെറുകുട്ടികളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ബങ്കറുകളിൽ നിന്ന് ഓടുന്നു. ഉള്ളത് അനുഭവിക്കാൻ പോലുമുള്ള യോഗമില്ല. പല രാജ്യങ്ങളിൽ നിന്നും തെണ്ടിപ്പറക്കി കൊണ്ടുവരുന്നതാ. ഇതൊക്കെ ഇവന്മാര് വെച്ച് സുഖലോലുപതയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യം? മുഹമ്മദ് തീഫ്, അതെ, അവൻ കള്ളം തന്നെ. അവൻ ഇസ്രായേലിനെതിരെ പലതവണ പലതും ചെയ്തു. ആദ്യം നട്ടിൽ തകർത്ത് വിട്ടു ഇസ്രായേല്, പിന്നൊരു കണ്ണു പോയി, പിന്നൊരു കാല് പോയി, പിന്നൊരു കൈ പോയി. അങ്ങനെ ഒരു മാംസകഷ്ണം മാത്രമായിരുന്നു അയാള്. പക്ഷേ അയാൾ ഭയങ്കര ബുദ്ധിരാക്ഷസനാണെന്നായിരുന്നു പറഞ്ഞിട്ടത്. ഓരോ തവണയും ഇസ്രായേൽ ഓരോരോ അടയാളങ്ങൾ കൊടുത്തു വിട്ടു. രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയെങ്കിലും ഒരു പഠനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ലാതെ കൈയെടുക്കുന്ന ഇസ്രായേലിന് മറ്റെടുക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഒന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. ശിവന്മാരെങ്ങാനും പഠിക്കുമോ? 1 വർഷമാകാൻ പോകുവാണ് ഹമാസ് ഇസ്രായേലിലേക്ക് എരിച്ചൊറിഞ്ഞിട്ട്. ഇവരെന്ത് വിചാരിച്ചു? 2400 പേരെ അവര് കൊന്നപ്പോ, അല്ല 1400 പേരെ അവര് കൊന്നപ്പോ 2800 പേരെ ഇസ്രായേൽ കൊന്നിട്ട് പക അടങ്ങുമെന്ന് വിചാരിച്ചോ? ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചോ? ഒരു സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ്, സംഗീതം ഹറാമല്ലേ, സംഗീതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ ഒത്തുകൂടിയ ആളുകളാ. അവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പോയതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? നജാത്ത്, ഞാൻ തൊണ്ട കയറി വിളിക്കുന്നതിന് നിനക്കെന്തടാ? ഞാൻ തൊണ്ട കീറി വിളിക്കുന്നത് നിനക്ക്, എനിക്കില്ലാത്ത വിഷമം എന്തിനാടാ നിനക്ക്? ഇത് കേൾക്കാൻ വരാൻ നിന്നെ ഞാൻ പറഞ്ഞു. നീ എന്തിനാണ് അതിന്റെ സമയം കളയുന്നേ? ഒന്നും അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന 4 സുബ്ഹാനല്ലാഹെങ്കിലും പറയടാ, ഇർക്ക പോടാ ഇർക്ക. അല്ലെങ്കിൽ ഇറാന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കടാ. ഇസ്രായേലിന്റെ മനസ്സിൽ ഭയം ഇട്ട് കൊടുക്കാനും ഹമാസിന്റെ മനസ്സിലേക്ക് ശക്തി ഇട്ട് കൊടുക്കാനും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കടാ, പോടാ. മെസ്സി, എൻ്റെ അമ്മയെ പോയി വിളിക്കച്ചല്ലേ. മെസ്സി എന്നൊക്കെയുള്ളത് കാക്കാമാരുടെ പേര് തന്നെ. അതിൻ്റെ ഉമ്മയെ പോയി വിളിക്കച്ചല്ലേ. എടാ നീയും ആ മോൻ തന്നെയാടാ അലവലാതി. നീയും ആ മോൻ തന്നെയാ. ഇവന്മാരിങ്ങനെ കേറി വരും. അതെ അതെ, ഇറാനെ ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് പോയതാ ഇവന്മാര്. ശരി, എന്തായാലും ഏതാണ്ട് ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ 1 വർഷം തികയുന്നു. ഈ 1 വർഷം തികയുന്ന സമയത്ത് ഹമാസിനുണ്ടായ നാശനഷ്ടങ്ങളും ഹിസ്ബുള്ളയ്ക്കുണ്ടായ നാശനഷ്ടങ്ങളും ഹൂതികൾക്കുണ്ടായ നാശനഷ്ടങ്ങളും ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങളും ഒന്ന് എഴുതട്ടെ. ഇവരൊന്ന് രേഖപ്പെടുത്തി നോക്കട്ടെ. ഇവർക്ക് അറിയാമല്ലോ. അപ്പോ എന്ത് പറ്റി മെസ്സി? ഉമ്മക്കില്ലേ? പോയി നോക്കിയപ്പോ ഉമ്മ തലക്കടിച്ചു വിട്ടോ? എന്നിട്ട് നിനക്കൊക്കെ തളയ്ക്കുന്നതൊക്കെ വിളിക്കാനാണ് ഈ പേജ് എന്ന് നീയൊക്കെ വിചാരിച്ചോ? മെസ്സി എന്നൊക്കെ പേരിട്ടിട്ടേ വന്നേക്കാണ്. അവരുടെയൊക്കെ ഒരു മതേതരത്ത്. ഏതാനും മണിക്കൂറുകൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കൂ. ഇവര് ഖുറാനിലൊരു വാചകമുണ്ടേ, ശത്രുക്കളുടെ മനസ്സിലേക്ക് ഞാൻ ഭയം ഇട്ട് കൊടുക്കുകയും നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആത്മവിശ്വാസം ഇട്ട് തരികയും ചെയ്യും. പിരടിക്ക് നേരെ കാച്ചിക്കോ. ഈ വചനവും ഉറക്കെ ഉരുവിട്ട് പാകിസ്ഥാനികളെ ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞു. ഇന്ത്യക്ക് എന്ത് ഖുർആൻ കൊടുത്തു വിട്ടു. പടച്ചോൻ ചതിച്ചു. പടച്ചോനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആദ്യം ഒന്ന് നോക്കി പാകിസ്ഥാന് ശരിക്ക് കിട്ടിവിട്ടു. രണ്ടാമത് വീണ്ടും പാകിസ്ഥാൻ ഒന്നും കൂടെ രക്ഷയില്ല, ചീറ്റിപ്പോയി. മൂന്നാമതും വന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി. പടച്ചോൻ ചുമ്മാ പറഞ്ഞിട്ട് പോയതാ. പടച്ചോൻ നമ്മളെ സഹായിക്കത്തൊന്നുമില്ല. അല്ല, ശത്രുവിന്റെ മനസ്സിൽ ഭയം ഇട്ടു കൊടുക്കുന്നതിനേക്കാൾ കാരുണ്യവാനായ പടച്ചവനാണെങ്കിൽ ഏറ്റവും നല്ലത് അവരുടെ മനസ്സിലേക്ക് ഈമാൻ ഇട്ട് കൊടുത്താ പോരെ. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഇട്ടുകൊടുത്താ പോരെ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ചവൻ പറയുന്നു,
ഞാൻ വിചാരിച്ചാൽ നിങ്ങളൊക്കെ സന്മാർഗത്തിലാകും, പക്ഷെ ഞാൻ വിചാരിക്കില്ല. അപ്പൊ ആരുടെ കുഴപ്പമാണ്? അപ്പോൾ ഇവിടെ ആരുടെ മാനസികാവസ്ഥയ്ക്കാണ് പ്രശ്നം? പടച്ചോൻ വിചാരിച്ചാൽ നിങ്ങൾ എല്ലാവരും മുസ്ലിം ആകും, പക്ഷെ വിചാരിക്കത്തില്ല. നനച്ചാൽ പുലിയെ പിടിപ്പേ, ആന ഉശിരി പോനാലും നനയ്ക്ക മാട്ടെ. അപ്പൊ ആരുടെ കുഴപ്പമാ? പടച്ചോന്റെ കുഴപ്പമല്ലേ? നോക്ക, ഇസ്രായേലിലെ ജൂതന്മാര്, ശരി, അവരുടെയൊക്കെ മനസ്സിൽ പെട്ടെന്നൊരു ദിവസം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഇട്ടുകൊടുത്താല് എന്ത് നന്നായി പോകും. പിന്നീട് അവര് പരസ്പരം ആയിക്കോളൂല്ലോ. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അവിടെ ശത്രുക്കളില്ല. പടച്ചവന് പോലും ഇബ്ലീസ് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല. ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് അതിലെ നടനെ പോലെ തന്നെ അതിനേക്കാൾ ഏറെ പ്രാധാന്യമുണ്ടല്ലോ വില്ലനും. ഇതതുപോലെയാ. ഖുർആനിനെ ഇന്നും വിജയിപ്പിച്ചു നിർത്തുന്ന വില്ലൻ ഇബ്ലീസാണ്. ഇബ്ലീസ് ഇല്ലെങ്കിൽ ഖുർആനില്ല, പടച്ചോനില്ല. ആ പടച്ചോന് പോലും ഒരു ശത്രു ഇല്ലാതെ നിലനിൽപ്പില്ല. അതുപോലെയാണ് കാക്കാമാരുടെ അവസ്ഥയും. കാക്കാമാർക്ക് ശത്രുക്കൾ പുറത്തുനിന്നില്ലെങ്കിൽ കാക്കാമാര് തമ്മിൽ തന്നെ അങ്ങ് ശത്രുക്കളാവും. ഇവർ തമ്മിലാകും പിന്നീട് അടിയത്രയും. എന്ന് വെളിവ് വരാനാണ് ഈ കൂട്ടർക്ക്? ഒരു കാലത്തും വെളിവ് വരാൻ പോകുന്നില്ല. ഏതാനും മണിക്കൂറുകൾ നിർണായകമാണ് ഈ കാക്കമാരെ സംബന്ധിച്ചിടത്തോളം. കാരണം പോക്കറ്റിലുള്ള വോക്കി ടോക്കിയും പേജറും ഒക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രായേലിയർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സാങ്കേതിക വിദ്യകള് ഇനി നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് ഇത്തവണ നമുക്കറിയാം പടച്ചോൻ ജയിക്കുമോ അതോ ഇബ്ലീസ് ജയിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമുക്കിനിയും വീണ്ടും കാണാം. ശുഭരാത്രി. എൻ്റെ പൊന്നരുണേ, നമ്മളൊരു കോയാ കോളിങ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ പുറത്ത് വിട്ടില്ലേ, അയ്യോ, നേരം വെളുക്കുന്നത് മുതൽ ഫോൺ വിളിയും ചാറ്റും കൊണ്ട് ഒരു ബഹളമാണ്. ഒടുവിൽ എനിക്ക് ആ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആക്കി ഇടേണ്ടി വന്നു. അത്ര ബഹളമാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാത്രി 11 മണി മുതൽ 12 മണി വരെ മാത്രമാണ് കോളിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നേരം വെളുക്കുന്നത് മുതൽ വിളിച്ചു തുടങ്ങും. ഒരു രക്ഷയുമില്ലാത്ത കോളിംഗ്. ശരി, നമുക്ക് അങ്ങനെ ഒരു കോളിംഗ് വെക്കാം. ഓക്കെ, ശുഭരാത്രി. ക്രിസ്ത്യാനോ കണ്ട കേട്ടോ, താങ്ക് യു. രാകേഷ്, ഗുഡ് നൈറ്റ്.